പത്മനാഭപുരം കൊട്ടാരം. പൈതൃക കാഴ്ചകൾ കാണാൻ ഇവിടെ എത്തുക. തായ്ക്കൊട്ടാരം, മണിമാളിക, കുതിരക്കാരൻ വിളക്ക്, ചീനക്കസേര, കരിങ്കൽ കട്ട്, മന്ത്രശാല. എത്ര മനോഹരമായ കാഴ്ചകൾ! തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് ഈ കൊട്ടാര സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം കന്യാകുമാരി റോഡിലൂടെ സഞ്ചരിച്ചാൽ തക്കലയിൽ നിന്നും 2 കിലോമീറ്റർ കിഴക്കായി ഒരു കൊട്ടാര സമുച്ചയമുണ്ട്. കേരളത്തിൻ്റെ തനതു വാസ്തുവിദ്യാ ശൈലിയുടെ മകുടോദാഹരണമായ പത്മനാഭപുരം കൊട്ടാരം 1601 ഇരവിപ്പിള്ള ഇരവിവർമ്മ കുലശേഖര പെരുമാളാണ് ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. 6 ഏക്കറോളം വരുന്ന കൊട്ടാര വളപ്പ് നമുക്ക് കാണാം. വല്ലി നദി ഈ കൊട്ടാരത്തിൻ്റെ സമീപത്തു കൂടി ഒഴുകിപ്പോകുന്നു. കൊട്ടാരത്തിൻ്റെ ദൈനംദിന ഭരണകാര്യങ്ങൾ നോക്കി നടത്തുന്നത് കേരള സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പാണ്. 1741 കുളച്ചൽ യുദ്ധത്തിന് ശേഷം മാർത്താണ്ഡവർമ്മ രാജാവാണ് ഈ കൊട്ടാരം പുതുക്കിപ്പണിതത്. കൊട്ടാര സമുച്ചയത്തിൽ അനവധി അനുബന്ധ മന്ദിരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇവ വിവിധ രാജാക്കന്മാർ വിവിധ കാലങ്ങളിലായി വിവിധ ആവശ്യങ്ങൾക്കായി പണി കഴിപ്പിച്ചവയാണ്. 22ഓളം മന്ദിരങ്ങൾ ഈ കൊട്ടാര സമുച്ചയത്തിലുണ്ട്. നടമാളിക, പൂമുഖമാളിക, പ്ലാമൂട്ടിൽ ചാവടി, വേപ്പിൻമൂട് കൊട്ടാരം, തായ്ക്കൊട്ടാരം, വലിയ ഊട്ടുപുര, ഹോമപ്പുര, പുത്തൻ കൊട്ടാരം, ഉപ്പിരിക്കാമാളിക, ആയുധശാല, തെക്കേത്തെരുവ് മാളിക, പന്തടിക്കളം മാളിക, അമ്പാരിമുഖപ്പ്, ചന്ദ്രവിലാസം, ഇന്ദ്രവിലാസം, ചമയപ്പുര, നവരാത്രി മണ്ഡപം, കൊച്ചുമടപ്പള്ളി, കമ്മട്ടം, തേവാരക്കെട്ട് ദേവസ്വം, ആലമ്പാറ ദേവസ്വം, തെക്കേ കൊട്ടാരം എന്നിങ്ങനെ മന്ദിരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കേരള തനിമയുള്ള വാസ്തുവിദ്യയുടെ മകുട ഉദാഹരണമായ ഈ കൊട്ടാരത്തിൽ ദിനംപ്രതി നിരവധി സ്വദേശികളും വിദേശികളുമായ ആളുകൾ എത്തിച്ചേരുന്നു. കണ്ണിന് കൗതുകവും അറിവും ആനന്ദവും നൽകുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുക.